എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു റഷ്യൻ സാലഡിൻ്റെ റെസിപ്പിയാണ്. പേര് മാത്രമേ വിദേശിയുള്ളൂ, എല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുന്നൊരു അടിപൊളി സാലഡ് റെസിപ്പിയാണ്. അതിനുവേണ്ടി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ക്യാരറ്റ്, പൊട്ടാറ്റോ, ഗ്രീൻ പീസ്, ബീൻസ്. ഗ്രീൻ പീസ് ഞാൻ ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത്. ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുത്താൽ മതി. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം വെച്ച് ഓരോ ഇൻഗ്രീഡിയൻസും വേവിച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് കൂടി പോകരുത്. ആദ്യം നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഗ്രീൻ പീസ് കുക്കായി കിട്ടും. ഓവർ കുക്ക് ആവരുത്, ഒരു 90% ഒക്കെ കുക്കായി കിട്ടിയാൽ മതി. ബീൻസും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ മാത്രമാണ് കുറച്ചൊരു വേവുണ്ടാവുക. ഒരു 5 മിനിറ്റ് സമയമൊക്കെ എടുക്കും വെന്ത് കിട്ടാൻ. അതും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും വേവിച്ചെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എഗ്ഗും എല്ലാം ചേർന്ന് വരുന്നൊരു സാലഡാണിത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മയണൈസും 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട്. അനാറും ഗ്രേപ്സും എല്ലാം, ഗ്രേപ്സൊക്കെ ഒന്ന് പകുതി മുറിച്ചിട്ടാണ് എടുത്തത്. മുട്ട നന്നായിട്ട് തന്നെ പുഴുങ്ങണം. നല്ല ഉണ്ണിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുന്ന രീതിയിൽ മുട്ട പുഴുങ്ങിയെടുക്കണം. ഒരു 1/4 കപ്പ് ആപ്പിളും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മയണൈസും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ കൂടുതൽ നന്നായിരിക്കും. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. എല്ലാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. 1 കപ്പ് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൈനാപ്പിളിൻ്റെ അളവ് മാത്രം കുറച്ച് കൂടുതലാണ് എടുത്തത്. 1/4 കപ്പ് ആപ്പിള്, 1/4 കപ്പ് അനാറ്, 1/4 കപ്പ് ഗ്രേപ്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സാലഡിൽ പൈനാപ്പിൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പൈനാപ്പിളിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫസ്റ്റ് മിക്സിങ് കഴിഞ്ഞതിന് ശേഷം എഗ്ഗ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉണ്ണിയൊക്കെ പൊടിഞ്ഞു പോവും. ഉണ്ണി ഇഷ്ടമില്ലാത്തവർക്ക് വെള്ളം മാത്രം ചേർക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും വേണമെങ്കിൽ, കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ മയണൈസ് ആവശ്യമുണ്ട്. 1 ടേബിൾ സ്പൂണും കൂടെ മയണൈസ് ചേർത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂണും കൂടെ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഉപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മയണൈസിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സാലഡിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എഗ്ഗും എല്ലാം ചേരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ മീലായിട്ട് വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ലെറ്റ്യൂസ് ലീഫ്സും ഒക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്ത പ്ലേറ്റാണ്. അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. സാലഡ് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ്. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റാണിതിന്. ഇതുവരെ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഫ്താർ പാർട്ടികളിലും അല്ലാതെയുള്ള പാർട്ടികളിലെല്ലാം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.